നമുക്ക് മറ്റ് നേരത്തെ ഇലവലയ്ക്ക് മുമ്പ് പറഞ്ഞതുപോലെ സണ്ണി വെയിനെ നായകനാക്കി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്ത അനുഗ്രഹീതൻ ആൻ്റണി തിയേറ്റർ റിലീസ് സമയത്ത് തന്നെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ചിത്രമാണ്. ഇപ്പോൾ OTT റിലീസിൽ വീണ്ടും ഒരു ഹിറ്റായി ആ ചിത്രം മാറുന്നു എന്നൊരു സന്തോഷ വർത്തമാനം കൂടിയുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായി മറ്റാരുമല്ല, അതിൻ്റെ സംവിധായകൻ നമുക്കൊപ്പമുണ്ട്, പ്രിൻസ് ജോയ്. പ്രിൻസ്, സ്വാഗതം ന്യൂസ് 18 ഗുഡ് മോർണിംഗ് ഷോയിലേക്ക്. നേരത്തെ തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ്. അന്ന് തന്നെ ഒട്ടുമിക്ക പേരും കണ്ടിട്ടുണ്ട്. നല്ല റിവ്യൂ ആയിരുന്നു പടത്തിന് അന്ന് ലഭിച്ചത്. പക്ഷെ കോവിഡ് ആയതുകൊണ്ട് വേണ്ടത്ര ദിവസങ്ങൾ നമുക്ക് തിയേറ്ററിൽ അങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. അതിന്റെ ഒരു വിഷമമുണ്ടോ പ്രിൻസ്? കാരണം ഇത്ര നല്ലൊരു ചിത്രത്തിന് വേണ്ടത്ര തിയേറ്ററുകളിൽ പ്രേക്ഷകരിലേക്ക് എത്താൻ പറ്റാത്തൊരു പ്രയാസം ഉണ്ടായിരുന്നു. അത് ഒരുപാട് സിനിമാക്കാർക്കുള്ള പ്രയാസങ്ങളിൽ ഒന്നാണ്. പ്രിൻസിന്റെ ആദ്യ ചിത്രത്തിന് അങ്ങനെ സംഭവിച്ചതിൽ എല്ലാവർക്കും നമസ്കാരം. തിയേറ്ററിൽ 26 ദിവസമാണ് അനുഗ്രഹീതം നിന്നത്. 26ാമത്തെ ദിവസം തിയേറ്റർ ലോക്ക്ഡൗൺ, രണ്ടാമത്തെ ലോക്ക്ഡൗൺ വരികയും തിയേറ്റർ ക്ലോസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ 26 ദിവസം തിയേറ്ററിൽ ഓടി. അതിന് ശേഷമാണ് ഇപ്പോൾ OTT വരുന്നത്. OTT വരുമ്പോൾ തിയേറ്റർ റെസ്പോൺസിന് അതിനേക്കാൾ 10 മടങ്ങ് കൂടുതൽ റെസ്പോൺസ് ഇപ്പോൾ OTT വരുന്ന സിനിമയ്ക്ക് കിട്ടുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുന്നുണ്ട്. വലിയ കാര്യമാണ്. കാരണം ഈ തിയേറ്ററിലെ പ്രശ്നം വരുമ്പോൾ OTT റിലീസിലൂടെ ഇത്ര വലിയ ശ്രദ്ധ ഈ സിനിമയ്ക്ക് ലഭിച്ചു എന്നുള്ളത് പ്രിൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. ഈ അനുഗ്രഹീതൻ ആൻ്റണി എന്ന പ്രോജക്റ്റിലേക്ക് എത്തിയത് എങ്ങനെയാണ് പ്രിൻസ്? കാരണം ഇത് ഒരു നവാഗത സംവിധായകൻ എന്ന രീതിയിൽ ഒരിക്കലും പറയില്ല. കാരണം അതിൻ്റെ ഓരോ സീനിലും ഒരു വലിയൊരു ക്രിയേറ്ററുടെ പങ്കുണ്ട്. എല്ലാ ഘടകങ്ങളും ഉണ്ട്. കോമഡി ഉണ്ട്, ഈ പറഞ്ഞതുപോലെ റൊമാൻസ് ഉണ്ട്, ഫാമിലി കഥയുണ്ട്, എല്ലാ രീതിയിലും. അതും മൃഗങ്ങളും മനുഷ്യനുമായുള്ള സ്നേഹത്തിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഒരു മിക്സാണ് ഈ സിനിമ. അതിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്യേണ്ടായി, 8 കാലി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു 8 കാലി ഒരു കുറച്ച് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിനൊക്കെ അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുനടക്കണമെങ്കിൽ കുറേ ഡയറക്ടേഴ്സിനെ പരിചയപ്പെട്ടു. അവിടെ ജൂറി ആയിട്ടൊക്കെ വരുന്ന അവരോട് അസിസ്റ്റ് ചെയ്യാനൊക്കെ ചാൻസ് ചോദിച്ച് അങ്ങനെ സിനിമയിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കയറിപ്പറ്റി. മിഥുൻ കൂടെ മിഥുൻ മാനുവലിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് മിഥുൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞൊരു തോട്ടാണ്. എൻ്റെ ഒരു സുഹൃത്തുക്കളുടെ ജിഷ്ണുവർ നായർ, അശ്വിൻ പ്രകാശ്, എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പണ്ട് ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് പറഞ്ഞൊരു തോട്ട് അവിടെ മിഥുൻ ചേട്ടനോട് പറയും. ചേട്ടൻ ഇഷ്ടപ്പെടുകയും ചേട്ടനാണത് വർക്ക് ചെയ്ത് ഒരു നല്ലൊരു സാധനമാണ്, ഇതെന്താ ചെയ്യാത്തത് എഴുതാത്തത് എന്നൊക്കെ ചോദിക്കുകയും അങ്ങനെ അതിനകത്ത് ഞാനത് വർക്ക് ചെയ്ത് വരികയും പിന്നെ 2016 2017 അങ്ങനെ ഞാൻ 2017 ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് എടുത്ത് പടം അനൗൺസ് ചെയ്തതാണ് 2018. പക്ഷേ എന്താണ്, നമ്മളൊരു തുടക്കക്കാരനാണ്. എല്ലാ തുടക്കക്കാരും നേരിടുന്ന പോലെയുള്ള സ്ട്രഗിളൊക്കെ ഞാനും നേരിട്ടിട്ടുണ്ട്. ആ സിനിമ ഇപ്പോൾ 2017-18 ലോക്ക് ചെയ്ത സ്ക്രിപ്റ്റാണ്. അതിപ്പോഴാണ് ഇപ്പോൾ തിയേറ്ററിൽ 2021 അല്ലെങ്കിൽ OTT ഇപ്പോഴാണ് ആളുകൾ കാണുന്നത്. 5 വർഷം എടുത്തല്ലേ? വലിയ സന്തോഷം. 5 വർഷത്തെ ഒരു യാത്രയായിരുന്നു അല്ലേ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട്? നമ്മൾ ഒരുപാട് അതൊന്നിപ്പോ ജനം കാണാൻ ആ ഒരു 5 വർഷങ്ങളെടുത്തു എന്നുള്ളതാണ്. പ്രിൻസ് അലമാറയില് സഹസംവിധായകനായി വർക്ക് ചെയ്തു. അന്ന് തൊട്ടേയുള്ള പരിചയമാണോ സണ്ണി വെയിനിലേക്ക് ഈ പ്രധാന ക്യാരക്ടർ എന്ന രീതിയിലെത്തിയത്? സണ്ണി വെയിനും ഒരു വലിയ പങ്കുണ്ടല്ലോ ഈ ഒരു സിനിമ ഓൺ സ്ക്രീനിലേക്ക് എത്തിക്കാൻ സഹായിച്ചതിൽ. അതായത് സണ്ണിച്ചനെ ഞാൻ അലമാരയിൽ വർക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ കഥ പറഞ്ഞിട്ട് ആശാന്റെ ഡേറ്റ് മേടിച്ചിട്ടാണ് ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്തത് തന്നെ. ഡേറ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ മിഥുൻ സണ്ണിച്ചനെ ഉപയോഗിക്കുന്നു, എങ്ങനെയാണ് ആളെ ആർട്ടിസ്റ്റിനെ മാനേജ് ചെയ്യുന്നതെന്നൊക്കെ അറിയത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഒരു പരിപാടിയായിട്ടാണ് അലമാരയിൽ വർക്ക് ചെയ്തത്. പക്ഷേ അലമാര കഴിഞ്ഞു. അടുത്തൊരു പടം, എൻ്റെ അലമാരയ്ക്ക് ശേഷം ഒരു പടം, സണ്ണിച്ചൻ്റെ പടം, നമ്മുടെ പടം എന്നൊക്കെ പറഞ്ഞാണ് ഇരുന്നത്. പക്ഷേ എൻ്റെ ഒരു സമയം നല്ലതിനോ ചീത്തയോ അതിങ്ങനെ നീണ്ടു പോയി. അവസാനം ഇപ്പോൾ ഇങ്ങനെ എത്തി. സണ്ണി കൂടെ ഉള്ളതുകൊണ്ടാണ്, സണ്ണിച്ചൻ കൂടെ ഉള്ളതുകൊണ്ടാണ് ആ സിനിമ ഇങ്ങനെ ഇപ്പോൾ ആളുകളിലേക്ക് എത്തുന്നത്. പിന്നെ അതുപോലെ സിനിമയുടെ പ്രൊഡ്യൂസർ ഷിജിത്തേട്ടൻ, എൻ്റെ കൂടെ നിന്ന റൈറ്റർ നവീൻ, ഇങ്ങനെ കുറേ പേര് കൂടെ നിന്നിട്ടുണ്ട്. ഇത്രയും കാലം ഇട്ടെറിഞ്ഞു പോവാതെ ഈ സിനിമ ഒന്ന് പുറത്തേക്ക് എത്താൻ, വെള്ളിവിളിച്ചം കാണാൻ. ഈ കഥയിലേക്ക് എങ്ങനെയാണ് ഒരു പുതുമുഖ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയായ ഒരു കഥ പറഞ്ഞു പോവുക എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ ആദ്യം പ്രിഫർ ചെയ്യുക. ഇത് കുറച്ചുകൂടെ കോംപ്ലിക്കേഷനൊക്കെ ഉള്ള ഒരുപാട് തലങ്ങളിലുള്ള ഒരു കഥയാണ്. അതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അത് രസമല്ലേ, നമ്മൾ ഒരു കഥ ഇപ്പോൾ മുന്നേ ഫാൻറ്റസി സിനിമകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും
ഒരു വേറൊരു പേഴ്സ്പെക്റ്റീവ് ആഡ് ഓൺ ചെയ്യാൻ പറ്റിയെന്നുള്ള ഒരു സന്തോഷമുണ്ട് എനിക്ക്. അതായത് വേറൊരു നരേറ്റീവ്, വേറൊരു നിസ്സഹായത, അത് ഒരു സൂപ്പർ നാച്ചുറൽ അല്ലാത്ത ഒരു നിസ്സഹായത ഒരു നരേറ്റീവിലൂടെ എനിക്ക് പറയാൻ പറ്റിയെന്നുള്ളതാണ് എനിക്ക് അതിലുള്ളൊരു സന്തോഷം. അതിനകത്തൊരു പെയിൻ ഉണ്ടായിരുന്നു. ആ പെയിനാണ്, അല്ലാതെ സിനിമ കണ്ടിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് തിയേറ്ററിൽ കൈയടിക്കുക, അല്ലെങ്കിൽ സിനിമ കഴിയുന്നിടത്ത് അങ്ങനത്തെ ഒരു ബൂം സോങ്സ് ഉണ്ടാക്കുന്ന ഒരു മൊമെന്റ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അവിടെ ഒരു ചെറിയൊരു പെയിൻ, ഒരു ഫീൽ അത് ബാക്കി വെക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ള, എനിക്ക് പരിചയമില്ലാത്ത, നമ്മൾ പരിചയമുള്ള ആളുകൾ പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നില്ല. പരിചയമില്ലാത്ത പല ഭാഗത്തുനിന്ന് വരുന്ന കോളുകൾ, മെസ്സേജസ് ഒക്കെ പറയുന്നത് ഒരു ഫീൽ ആ സിനിമ ബാക്കി വെക്കുന്നുണ്ട്, കണ്ണ് നനയാതെ ആ സിനിമ കണ്ടു തീർക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷം. ഈ പടം ഇറങ്ങിയതിനു ശേഷം എല്ലാവരും അനുഗ്രഹീതൻ പ്രിൻസ് ജോയ് എന്നാണ് പറയുന്നത്. അത്രത്തോളം വലിയ അനുഗ്രഹമായി തന്നെ ഈ സിനിമയെ കാണുന്നു പ്രിൻസ്? ഉറപ്പായിട്ടും. ഞാൻ ആദ്യ സിനിമയാണ്, അത് കൂടുതൽ കാലം ഞാൻ ഇതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ആൻ്റണി എന്ന് പറയുന്ന ആള് എൻ്റെ കൂടെ ഉണ്ണുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്തിട്ട് കുറേ വർഷങ്ങളായി എൻ്റെ കൂടെ നടക്കുന്ന ഒരാളാണ്. പെട്ടെന്ന് ഈ സിനിമ തീരുമ്പോൾ എനിക്കൊരു എനിക്കൊരു തോന്നലുണ്ടായിരുന്നു, നാളെ ഞാൻ എന്ത് ചെയ്യും. എനിക്ക് അറിയില്ലായിരുന്നു നാളെ. അതുകൊണ്ട് ഞാൻ സ്റ്റക്കായിരുന്നു ആക്ച്വലി. വേറൊരു ജോലിക്കും പോയില്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇത്ര കാലം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഹുബലി ഒന്നല്ല ഉണ്ടാക്കിയത്, ഒരു ചെറിയ സിനിമയാണ്. പക്ഷെ പുറത്തെത്തിക്കാൻ ബാഹുബലിയാണ് ശരിക്കും ആന്റണി. സ്ട്രഗിൾസ് ആയിരുന്നു. അങ്ങനെ ചെറുതായി കാണണ്ട. അല്ല, അത് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. പിന്നെ ഈ ആന്റണിയെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടോ? വേറെ ആരെങ്കിലും പുതിയതായിട്ട് മനസ്സിൽ കയറിയോ? വേറെ ഏതെങ്കിലും കഥാപാത്രം? അല്ല, എങ്ങനെ അതിന്റെ ചിന്തയിലൊക്കെയാണ്, അതിലൂടെയൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു എഴുത്തും പരിപാടികളൊക്കെ. അനുഗ്രഹീതന്റെ റൈറ്റർ തന്നെയാണ്, നവീൻ തന്നെയാണ്. അപ്പോൾ നവീൻ്റെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ എഴുത്തും പരിപാടികളും ഇങ്ങനെ ഡിസ്കഷനൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിലാണ് OTT വന്നത്. അപ്പോൾ വീണ്ടും അനുഗ്രഹീതനിലേക്ക് പോയി, ആന്റണിയുടെ കൂടെ പോയി. എന്താണ് ഈ OTT വന്നതിന് ശേഷമുള്ള ഒരു പ്രതികരണം? എന്താണ് തിയേറ്ററിൽ ലഭിക്കുന്നതിനേക്കാളും ഒക്കെ വലിയൊരു സ്വീകാര്യത? ഇതൊരു പുതിയ പ്ലാറ്റ്ഫോമും കൂടിയാണല്ലോ. പക്ഷെ അപ്പോൾ ഈ തിയേറ്ററിൽ നിന്ന് വലിയൊരു സ്ക്രീനിൽ നിന്ന് കാണുന്ന ആ ഒരു സുഖവും അല്ലെങ്കിൽ ആ ഒരു പടത്തിന്റെ ഒരു ഗുണം ആളുകളിലേക്ക് എത്തണമെന്നില്ലല്ലോ. അതെങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് ഈ പാൻഡമിക് പീരീഡിൽ നമുക്കിപ്പോൾ തിയേറ്റർ ഇപ്പോൾ ഇല്ല, ഷട്ട് ഡൗൺ ചെയ്തിട്ടൊക്കെയാണ്. ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും എത്ര ആളുകൾ തിയേറ്ററിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം എന്താണെന്നുള്ളത് നമ്മളത് മനസ്സിലാക്കുക, അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, സത്യം പറയല്ല, 26 ദിവസം തിയേറ്ററിൽ കളിച്ചിട്ടുള്ള സിനിമയാണ്. അതിനകത്ത് ആദ്യത്തെ ഒരു 1.5 ആഴ്ച എല്ലായിടത്തും കേരളത്തിലൊരു 75 തിയേറ്റേഴ്സും ഹൗസ്ഫുള്ളായിട്ടാണൊക്കെയാണ് ആദ്യത്തെ ഒരു 1 വീക്ക് പോയിട്ടുള്ളത്. പിന്നെ 26-ാം ദിവസം ഓടിക്കഴിഞ്ഞിട്ടും എനിക്ക് കിട്ടിയ റെസ്പോൺസിനേക്കാൾ കൂടുതൽ റെസ്പോൺസാണ് ഈ OTT-യിൽ, ആമസോൺ പ്രൈമിൽ ഈ 4 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് സിനിമ റിലീസായ ശേഷം നമുക്ക് കിട്ടുന്നത്. ശരിക്കും അത് ഞെട്ടിച്ച് കളയുകയാണ്. എല്ലാ തരത്തിലുള്ള ആളുകളും കാണുന്നു, ഫാമിലി ആയിട്ടിരുന്ന് കാണുന്നു. ഒരു വീട്ടിൽ രാത്രി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അതിന് ശേഷം സിനിമ ഈ അനുഗ്രഹീതൻ ഇരുന്ന് കാണുന്നു. ഇന്ന് കണ്ടവർക്ക് പടം ഇഷ്ടപ്പെട്ട് ചിലർ നാളെയും കാണുന്നു. പല മെസ്സേജസും സെക്കൻഡ് വാച്ച് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അതൊക്കെ ഭയങ്കര സന്തോഷം. അതിനകത്ത് ഡോഗ്സിനെയൊക്കെ അവരുടെ പെർഫോമൻസ് ഒക്കെ കുട്ടികൾ ഇഷ്ടപ്പെടുന്നു. അതാണ് പ്രത്യേകതയെ തോന്നിയത്. കാരണം ഈ ഭയങ്കര സന്തോഷം. നായ്ക്കളും മനുഷ്യരുമായുള്ള ബന്ധം അത്ര എളുപ്പമൊന്നുമല്ല. 2 നായ്ക്കളാണ് തോന്നുന്നതിൽ പ്രധാനമായി ഉള്ളത്. അത് അത്ര എളുപ്പമല്ല. അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ ചുരുക്കം ചില സിനിമകളിലൊക്കെ അങ്ങനെ റിസ്ക് എടുത്ത് ആ വിഷയങ്ങളിലേക്ക് പോകാറുള്ളൂ. അതൊക്കെ എങ്ങനെയായിരുന്നു പ്രിൻസ് സാധിച്ചത്? അത് നമ്മൾ സ്ക്രിപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള അതായത് ഒരു ആക്ടിവിറ്റീസ് നോട്ട് ചെയ്തിട്ട് ഇവർക്കൊരു ഒരു മാസം ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 1.5 മാസം. പക്ഷെ ഡോഗ്സിന് അതിലൊന്നും കാര്യമില്ല ആക്ച്വലി. ഇവർ ഈ ആളും ബഹളവും ക്യാമറയും ലൈറ്റും ക്രൂ ഒക്കെ കാണുമ്പോഴേക്കും ഇവരെ പേടിച്ച് വരണ്ട് ഒരുപാട് സൗണ്ടൊക്കെ കേൾക്കുമ്പോഴേക്കും ഇവരതൊന്നും ചെയ്യത്തില്ല. അപ്പം നമ്മൾ മാക്സിമം വെയിറ്റ് ചെയ്യുക. അവർ കംഫർട്ടായിട്ട് അവർ ഫ്രീ ആയിക്കഴിഞ്ഞാൽ അവർക്കും ഈ മൂഡൊക്കെ ഉണ്ട്. അവർക്ക് മൂഡൊക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ മാത്രമേ അവർ ചെയ്യത്തുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അത് ക്യാപ്ചർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പിന്നെ ഒരുപാട് ഷൂട്ടിംഗ് ടൈസ് ഒന്നും ഉണ്ടായില്ല. 44 ദിവസമാണ് ആ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പല 4-5 ഷെഡ്യൂളുകളിലായിട്ട് 44 ദിവസമാണ് ആ സിനിമ ഷൂട്ട്. അപ്പോൾ അത് മാക്സിമം എന്താണോ എൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി, ആ പ്രാക്ടിക്കാലിറ്റിയിൽ നിന്നുകൊണ്ട് നമ്മളതിന് വെയിറ്റ് ചെയ്ത് അവർ ഫ്രീ ആക്കി, അവരെ ഓക്കെ ആക്കി, അവരെ പാമ്പർ ചെയ്ത് ഷൂട്ട് ചെയ്തെടുക്കുകയാണ് ഇത്. ഈ ചില പുതുമുഖങ്ങളൊക്കെ
ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായി ഉണ്ട്. അവരൊക്കെ നന്നായി അത്യാവശ്യം പെർഫോം ചെയ്തിട്ടുമുണ്ട്. അതൊക്കെ എങ്ങനെയാണ് അവരെ കണ്ടെത്തിയത്? എങ്ങനെയാണ്? ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, എല്ലാവരും ഓൺലൈൻ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പലരും അവരുടെ എക്സ്പോഷർ എന്താണെന്ന് അവർ ആളുകളെ കാണിക്കുന്നുണ്ട്. അവരത് റിവീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും പണ്ട് ടിക്ടോക്ക്, അല്ലെങ്കിൽ സീരീസുകൾ, യൂട്യൂബ് സീരീസുകൾ, അങ്ങനെ പല രീതിയിൽ. അപ്പോൾ അതുപോലെ ഞാൻ പല ആളുകളെ അവിടെ ഇവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുള്ള കുറേ ആളുകളെ സിനിമയിൽ ക്യാരക്ടറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അവരൊക്കെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രിൻസ് 5-8 വർഷത്തോളം ഒരു സിനിമയുടെ പിറകെ പോവുക, അപ്പോൾ തന്നെ നാട്ടുകാരായാലും വീട്ടുകാരായാലും എല്ലാവരും പറയുന്നത് വേണോ, വേറെ വല്ല നമുക്ക് നോക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞു കാണും. അത്രത്തോളം വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടാകും. അവരോടൊക്കെ ഇപ്പോൾ ഒരു സക്സസ്ഫുൾ ഡയറക്ടറായിട്ട് അവരുടെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? സക്സസ്ഫുൾ ഡയറക്ടർ ആകുക എന്നുള്ളത് അത് ഞാൻ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇനിയും അതിപ്പോൾ ഒരു സിനിമയോടെ ചെയ്യുക, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഞാനൊരു സിനിമ ചെയ്യാനല്ലല്ലോ വന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് പ്രൂവ് ചെയ്യുക എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ പഠിച്ചത് ജേർണലിസമാണ്, മാസ് കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത്. പിന്നെ വർക്ക് ചെയ്തിട്ടില്ല, ജോലി ചെയ്തില്ല എവിടെയും. സിനിമ എന്ന് പറഞ്ഞ് ഒന്നും പാരൻസൊക്കെ ആദ്യം ഇത്തിരി എതിർപ്പ് കാണിച്ചെങ്കിലും കാര്യം അവർക്ക് മനസ്സിലായി. അവർക്ക് വേറെ വഴിയൊന്നുമില്ല, അവൻ അങ്ങനെ പോകത്തുള്ളൂ. പിന്നെ അവരും കൂടെ നിന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സ്വപ്നം അത് നേടിയെടുക്കുന്നതിന് ഒപ്പം അല്ലെങ്കിൽ അതിൻ്റെ പുറകെ പോകുന്നതിൻ്റെ ഒപ്പം എൻ്റെ ചുറ്റുമുള്ള ആളുകളെയും കൂടെ ഞാൻ അത് കൺവിൻസ് ചെയ്യാൻ നിന്നിട്ടുണ്ട്. അവരെയും കൂടെ അത് അവരുടെ സ്വപ്നം കൂടെ ആക്കിയെടുക്കാൻ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കും വിഷമമില്ലല്ലോ. എൻ്റേതാണ്, ഞാൻ സെൽഫിഷായിട്ട് പോയാലല്ലേ കുഴപ്പമുള്ളൂ. എൻ്റെ കൂടെയുള്ള ആളുകൾ അത് അവരുടെ സ്വപ്നമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നിടത്ത് അത് ഞങ്ങളുടേതാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സന്തോഷം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എല്ലാ ആളുകളെയും എൻ്റെ ഡ്രീം എന്താണോ, എൻ്റെ യാത്ര എങ്ങോട്ടാണോ, അത് ഞാൻ കൃത്യമായിട്ട് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അച്ഛനെക്കുറിച്ചൊരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ കണ്ടു. അച്ഛൻ്റെ ഒരു പിന്തുണയുമൊക്കെ ബന്ധപ്പെട്ടിട്ട് അതിനെക്കുറിച്ചുകൂടി ഒന്ന് പറയാം. അപ്പോഴാണ് ആദ്യം സിനിമ പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് എറണാകുളത്തേക്ക് കയറാൻ വണ്ടിക്കൂലിയൊക്കെ തന്നു വിട്ടത്. അപ്പോൾ പടം റിലീസാകുന്നതിന്, തിയേറ്റർ റിലീസാകുന്നതിന് ഞാൻ വീട്ടിൽ പോയിട്ടൊരു 1 വർഷമോ 9 മാസം 10 മാസമൊക്കെ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ പപ്പ ഇപ്പം വിളിക്കും, എന്നാ പടം ഇത് കുറേ ആയല്ലോ, അടുത്തേക്ക് കയറുന്നില്ലേ, എന്താണ് എൻ്റെ ഉദ്ദേശം, പറ്റുന്നില്ലെങ്കിൽ എന്തെങ്കിലും ആലോചിക്കുക, ഇങ്ങനെ ബുദ്ധിമുട്ടി ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കണ്ട, അല്ലെങ്കിൽ ഇങ്ങോട്ട് വാ, ഇവിടെ റബ്ബർ വെട്ടി ജീവിക്കാന്നൊക്കെ അപ്പം പറയായിരുന്നു. പക്ഷേ അപ്പനെ സിനിമ കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ചെല്ലുന്നിടത്തൊക്കെ പപ്പ പോയിട്ട് ഇങ്ങനെ മകനൊരാളുണ്ട്, അയാളിങ്ങനെയാണ് എന്ന് പറഞ്ഞ് ന്യൂസ് പേപ്പർ കട്ടിങ്സും ഒക്കെ കാണിച്ച് നടക്കുന്ന ഒരു അപ്പനായിരുന്നു. പക്ഷേ പടത്തിന് ഒരു 3 മാസം മുന്നേ, പടം റിലീസിന് 3 മാസം മുന്നേ അപ്പനൊരു ബൈക്ക് ആക്സിഡൻറ്റിൽ അപ്പം പോയി. അപ്പോൾ അപ്പച്ചന് പടം കാണാൻ പറ്റാതെ അപ്പം പോയത്. അതാണ് ഭയങ്കര ഒരു എന്തൊക്കെ നമ്മൾ നേടിയാലും നമുക്ക് ചിലപ്പോഴൊക്കെ നമ്മൾ സ്റ്റക്കായി പോകത്തില്ലേ. അപ്പോൾ അങ്ങനെ ഒരു വിഷമം സമ്മാനിക്കുക കൂടെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സമയങ്ങൾ. അപ്പനെ സിനിമ കാണാൻ പറ്റിയിട്ടില്ല, പക്ഷെ പുള്ളി കൂടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. തീർച്ചയായും ആ അച്ഛൻ്റെ അനുഗ്രഹം പ്രിൻസിൻ്റെ ഇനിയുള്ള സിനിമാ ജീവിതത്തിലുടനീളം ഉണ്ടാകട്ടെ. അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളും പ്രതീക്ഷിക്കുന്നു പ്രിൻസിൽ നിന്ന്. കാരണം അനുഗ്രഹീതനായ തിയേറ്ററിൽ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ആളുകളാണ് ഞങ്ങളൊക്കെ. അനുഗ്രഹീതൻ ആന്റണിയിൽ മാത്രം അല്ല, ഇനിയും ഒട്ടേറെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ജീവിതത്തിൽ. ഒരുപാട് സിനിമകൾ ചെയ്യാൻ കഴിയട്ടെ പ്രിൻസ്. വളരെയധികം നന്ദി പ്രിൻസ്, ഞങ്ങളുടെ അതിഥിയായി എത്തിയതിന്. Thank you so much. Thank you.